While loop use ചെയ്തിട്ടുള്ള ആദ്യത്തെ പ്രോഗ്രാം write a program to print natural numbers up to 10. ഇവിടെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ ഔട്ട്പുട്ട് ആണ്. നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ് 1 2 3 4 5 6 7 8 9 10. ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് അറിയാം നമ്മൾ ആദ്യത്തെ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട നാച്ചുറൽ നമ്പർ 1 ആണ്. ദെൻ അവസാനം പ്രിന്റ് ചെയ്യേണ്ട 10 ആണ്. 10ന് മേലുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഒന്നും പ്രിന്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഓരോ തവണയും ഈ നാച്ചുറൽ നമ്പർ 1 2 3 4 എന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിന് വേരിയബിൾ വേണം. ആ വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ നോർമൽ സാധാരണ എല്ലാ പ്രോഗ്രാം എഴുതുന്ന പോലെ തന്നെ പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഹെഡർ സെക്ഷൻ എഴുതുന്നു #include stdio.h. ഇതിനെ ഹെഡർ സെക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഹെഡർ സെക്ഷൻ. ഈ ഹെഡർ സെക്ഷൻ നമ്മൾ പറയുന്നത് I have to include a header file called stdio.h into my program because this header file contains some library functions that are needed for my program, needed by my program. Then #stdio.h എന്ന് വിളിക്കുന്ന ഒരു ഹെഡർ ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ പ്രോഗ്രാമിൽ void main എന്ന് വിളിക്കുന്ന മെയിൻ ഫംഗ്ഷൻ ഉദ്ദേശം എല്ലാ പ്രോഗ്രാമിന്റെയും എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യുന്ന എൻട്രി പോയിന്റ് ആണ് മെയിൻ. void main curly bracket open. ഇവിടെ നിന്നാണ് പ്രോഗ്രാം റൺ ചെയ്തു തുടങ്ങുന്നത്. void main എന്നുള്ള ലൈനിൽ നിന്നാണ് പ്രോഗ്രാം റൺ ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ write a program to print natural numbers up to 10 എന്നാണ്. ആദ്യത്തെ സെക്ഷൻ എല്ലാ പ്രോഗ്രാമിലും പോലെ തന്നെ #stdio എല്ലാ സി പ്രോഗ്രാമിനെയും പോലെ #stdio.h എന്നുള്ള ഹെഡർ ഫയൽ നമ്മൾ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. ഇതിന്റെ ആവശ്യം നമ്മുടെ പ്രോഗ്രാമിൽ printf scanf പോലുള്ള ലൈബ്രറി ഫംഗ്ഷൻസ് യൂസ് ചെയ്ത സമയത്ത് അതുപോലെ തന്നെ കീവേഡ്സ് യൂസ് ചെയ്ത സമയത്ത് നമ്മുടെ ബേസിക് സി പ്രോഗ്രാമിന് ആവശ്യമായ എല്ലാ ലൈബ്രറി ഫംഗ്ഷൻസും കീവേഡ്സും എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്ന കോമൺ ഹെഡർ ഫയലാണ് stdio.h എന്നുള്ള ഈ ഹെഡർ ഫയൽ നമ്മൾ നമ്മുടെ പ്രോഗ്രാം ഹെഡർ ഫയൽ അല്ലെങ്കിൽ ലൈബ്രറി ഫയൽ എന്ന് വിളിക്കുന്നു. ഈ ഹെഡർ ഫയൽ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് #include stdio.h എന്ന് വിളിക്കുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആദ്യം നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. void main അടുത്തതായി ഈ പ്രോഗ്രാമിൽ നിന്ന് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങുന്ന എൻട്രി പോയിന്റ് ആണ് void main. എല്ലാ ഫംഗ്ഷനിലും നിർബന്ധമായും ഒരു void main ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പ്രോഗ്രാമിംഗ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അങ്ങനെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന റെസ്പോൺസിബിലിറ്റി ഉള്ള ഫംഗ്ഷനാണ് void main. Then curly bracket open. നമുക്കറിയാം നമ്മുടെ പ്രോഗ്രാമിൽ 1 മുതൽ 10 വരെ നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടത്. പ്രിന്റ് ചെയ്യേണ്ട നാച്ചുറൽ നമ്പറിനെ നമുക്ക് a എന്ന് വിളിക്കാം. ഈ a എപ്പോഴും എയുടെ വാല്യൂ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും. എയുടെ വാല്യൂ ആദ്യം 1 ആണെങ്കിൽ അടുത്ത സമയത്ത് എയുടെ വാല്യൂ 2 ആകുന്നു, 3 ആകുന്നതിന് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ a ഒരു വേരിയബിൾ ആണ്. വേരിയബിളിനെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്യണം. സിയിൽ പ്രോഗ്രാം പോയിന്റിന് ശേഷം വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സിന്റാക്സ് ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം സെമിക്കോളൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ a b c എന്നുള്ള എല്ലാം a സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസ് എല്ലാം 1 2 3 4 എന്നുള്ള വാല്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഇന്റിജർ ആണ്. അതുകൊണ്ട് നമ്മൾ int എന്ന കീവേഡ് ഉപയോഗിച്ച് int a എഴുതാം. ആദ്യത്തെ നാച്ചുറൽ നമ്പർ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട 1 ആയതുകൊണ്ട് തന്നെ a യുടെ വാല്യൂ നമുക്ക് 1 എന്ന് സെറ്റ് ചെയ്യാം. ഇതിനർത്ഥം we are assigning the value of a with 1. That means നമ്മൾ വേരിയബിളിനെ a ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിന് 1 എന്നുള്ള വാല്യൂ ചെയ്ത് കൊടുക്കുന്നു. ഇതിനെ ഈ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് CLR ഇത് വിൻഡോസ് പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് CLR പ്രസക്തിയുള്ളൂ. ലിനക്സ് OS ചെയ്യുന്ന സമയത്ത് അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു എഡിറ്റർ യൂസ് ചെയ്ത ശേഷം ടെർമിനലിൽ നമ്മൾ GCC പോലുള്ള കമാൻഡ്സ് യൂസ് ചെയ്ത് റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ വിൻഡോസ് മെഷീൻസിന് പ്രോഗ്രാം യൂസ് ചെയ്യുന്ന സമയത്ത് കമ്പൈലേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് CLR യൂസ് ചെയ്ത പഴയ സ്ക്രീൻ ഉണ്ടായ വാല്യൂസ് നമുക്ക് കാണാതിരിക്കാം. സ്ക്രീൻ ക്ലിയർ ആയിരിക്കും എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പ്രോഗ്രാമിന്റെ #stdio.h എഴുതി, void main എഴുതി, അതിനുശേഷം വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. ഈ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് a എന്നുള്ള വേരിയബിളിന് വേണ്ടി 2 ബൈറ്റ് 32-ബിറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ 2 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയിലെ 1 എന്നൊരു വാല്യൂ 1 എന്ന വാല്യൂ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്ക്രീനിൽ കാണേണ്ടത് സ്ക്രീനിൽ കിട്ടുന്ന ഈ ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്കറിയാം നമ്മൾ ഔട്ട്പുട്ട് കിട്ടാനുള്ള വേരിയബിൾസ് വാല്യൂസ് ആയ 1 2 3 ആദ്യത്തെ വലിയ 1 ഇരിക്കുന്നത് a എന്നുള്ള വേരിയബിളിലാണ് ഇരിക്കുന്നത്. നമുക്ക് ആ വേരിയബിളിനെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ ഈ പ്രോഗ്രാം നോക്കാം. പ്രിന്റ് ചെയ്യാനുള്ള കമാൻഡ് നമുക്കറിയാം printf ആണ് അല്ലേ. printf bracket
ഫോർമാറ്റ് സ്പെസിഫയർ ആയ, അതായത് ഏത് പ്രിന്റ് ചെയ്യേണ്ട വാല്യൂ ഏതാണോ അതിന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് സ്പെസിഫയർ ആയ പെർസെന്റേജ് ഡി. ഇന്റിജർ ആയതുകൊണ്ടാണ് ഇന്റിജർ ആയതുകൊണ്ടാണ് പെർസെന്റേജ് ഡി യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ പെർസെന്റേജ് എഫ് ഒ, ക്യാരക്ടർ ആണെങ്കിൽ പെർസെന്റേജ് സി ഒ, ഡബിൾ ആണെങ്കിൽ പെർസെന്റേജ് എൽ എഫ് ഒ പോലുള്ള ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യും. ഇവിടെ ഇന്റിജർ ആയതുകൊണ്ടാണ് നമ്മൾ പെർസെന്റേജ് ഡി എന്നുള്ള ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്ത് കോമ നമ്മുടെ വേരിയബിൾ പ്രിന്റ് ചെയ്യേണ്ട വേരിയബിൾ എ. അപ്പൊ പ്രിന്റ് ഓഫ് ബ്രാക്കറ്റ് ഡബിൾ പെർസെന്റേജ് ഡബിൾ ക്ലോസ് എ കോമ എ എന്ന് പ്രിന്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പർ ആയ 1 ഇവിടെ പ്രിന്റ് ആകും. നമുക്ക് ഇനി ചെയ്യേണ്ട അടുത്ത നമ്പർ ആയ 2 പ്രിന്റ് ചെയ്യാന്നുള്ളതാണ്. പ്രിന്റ് ചെയ്യണമെങ്കിൽ പക്ഷേ എയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. ഈ എയുടെ വാല്യൂ നമ്മൾ ഒന്നുകൂടെ ഇൻക്രിമെന്റ് ചെയ്താലേ എ എന്താകും. നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള നാച്ചുറൽ നമ്പർ ആണ് എ. അതിന്റെ റെപ്രസെന്റേറ്റീവ് ജനറേറ്റർ അല്ലെങ്കിൽ വേരിയബിൾ ആണ് എ. എ ഇപ്പോൾ 1 ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം അതിനെ 2 ആക്കണമെങ്കിൽ ഇപ്പൊ എയുടെ വാല്യൂ a is equal to a plus 1 എന്ന് എഴുതണം. ഇതാണ് എയുടെ വാല്യൂ ഒന്നുകൂടെ കൂട്ടി a തന്നെ സ്റ്റോർ ചെയ്യുക. That means increment the value of a by 1 and store the result in a itself. Then a സ്റ്റോർ ചെയ്തു. ഇനി എന്ത് ചെയ്യും? അപ്പോൾ എയുടെ വാല്യൂ കിട്ടും. വീണ്ടും നമുക്ക് അതേ അപ്പം ഇനി എന്താ എയുടെ വാല്യൂ 2 ആയി. ഇനി നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഈ സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്ത രണ്ട് പ്രിന്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രിന്റ് ഓഫ് ഡബിൾ ഡോട്ട് കോമ പെർസെന്റേജ് ഡോട്ട് കോമ എ. അടുത്ത എ വീണ്ടും 3 ആണെങ്കിൽ a is equal to a plus 1. കണ്ടോ? ഈ സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ് സെയിം സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പ്രിന്റ് ഓഫ് പെർസെന്റേജ് കോമ a is equal to a plus 1 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്താണ് എഴുതുന്നത് നമ്മൾ 4 പ്രിന്റ് ചെയ്യും. അടുത്ത പ്രിന്റ് ചെയ്യുമ്പോൾ 5 പ്രിന്റ് ചെയ്യാൻ പ്രിന്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ സെയിം സ്റ്റേറ്റ്മെന്റ് ഒന്നിൽ കൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സാഹചര്യം നമുക്ക് എന്ത് ചെയ്യാം? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെയാണ് ലൂപ്പുകളുടെ ആവശ്യം. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമ്മൾ പഠിച്ച വൈൽ ലൂപ്പ് എഴുതാം. വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് ആണ് the statement that is to be repeated should be included in the while loop. ഏത് സ്റ്റേറ്റ്മെന്റ് ആണോ നമുക്ക് റിപ്പീറ്റ് ചെയ്യപ്പെട്ട് എഴുതേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ടത്, ആ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് എന്തിനാണ് വൈൽ ലൂപ്പിനകത്ത്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് വൈൽ ലൂപ്പിനകത്ത് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെയാണ് വൈൽ ലൂപ്പിനകത്ത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ വരണം. അപ്പൊ നമുക്ക് ഇതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതാം. വൈൽ കണ്ടീഷൻ അല്ലെ. കണ്ടീഷൻ എന്താണ്? ബ്രാക്കറ്റ് ഓപ്പൺ. ആ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ വൈൽ ലൂപ്പിനകത്ത് എഴുതിയിരിക്കുന്നത്. വൈൽ കണ്ടീഷൻ ബ്രാക്കറ്റ് ഓപ്പൺ. ഇത് പ്രിന്റ് ഓഫ് പെർസെന്റേജ് കോമ എ is equal to a plus 1 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതുന്നത്. അപ്പൊ നമുക്ക് കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ഒപ്പം ചെക്ക് ചെയ്യാം. എന്താ കണ്ടീഷൻ? ആദ്യം എയുടെ വാല്യൂ 1 ആണ് അല്ലെ. എ എവിടെ വരെ പോവാം? 10 വരെ പോവാം. പക്ഷെ എന്താകരുത്? എ 11 ആകരുത്. ശരിയല്ലേ? അപ്പൊ കണ്ടീഷൻ should not be equal to 11 or more അല്ലെ. that means a should be less than or equal to 10. a 10നേക്കാൾ ചെറുതാകുമ്പോഴോ അല്ലെങ്കിൽ 10 വരെയോ നമുക്ക് ഇത് പ്രിന്റ് ചെയ്യാം. അതിനുശേഷം ഇത് പ്രിന്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ കണ്ടീഷൻ എന്തായിരിക്കണം? എയുടെ വാല്യൂ ഒരിക്കലും 10നേക്കാൾ വലുതാകാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ. അല്ലെങ്കിൽ എയുടെ വാല്യൂ 10നേക്കാൾ ചെറുതോ 10 ആയിരിക്കണം. അപ്പൊ ആ കണ്ടീഷൻ ഏതാ? കണ്ടീഷൻ a should be equal to less than or equal to 10. ഇതാണ് കണ്ടീഷൻ. then നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം ch എഴുതി സ്റ്റോപ്പ് ചെയ്യാൻ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാനുണ്ട്. അതുകൂടെ എഴുതി ശേഷം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ch പ്രോഗ്രാം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് പോയിന്റ് എന്നുള്ള ലൈനിലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം a is equal to 1 എന്ന് എഴുതിയ സമയത്ത് ഇത് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ ആണ് സ്റ്റെപ്പിന്റെ പേര്. ഇവിടെ വേരിയബിൾ എന്താണ്? എക്ക് വേണ്ടി 2 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്തു. കാരണം അത് ഇന്റിജർ ആണ്. ഇന്റിജർ ആയതുകൊണ്ട് 2 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്ത ശേഷം ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയിൽ 1 എന്ന് പറയുന്ന വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. സ്ക്രീൻ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് സ്ക്രീൻ CLR SCR യൂസ് ചെയ്യുന്നത്. ഇവിടെ മുതലാണ് നമ്മുടെ ലൂപ്പിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ അടുത്ത ലൈനാണ്. ഇവിടെ നമ്മൾ വൈൽ ലൂപ്പ് പഠിച്ചപ്പോൾ വൈൽ കണ്ടീഷൻ ബ്രാക്കറ്റ് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ബ്രാക്കറ്റ് ക്ലോസ് എന്നാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്. വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് നമ്മൾ ഇവിടെ എഴുതിയിരുന്നു. വൈൽ കണ്ടീഷൻ ബ്രാക്കറ്റ് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റോപ്പ് എന്നാണ്. അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം കണ്ടീഷൻ പറഞ്ഞാൽ a less than or equal to 10 എന്നാണ്. സ്റ്റേറ്റ്മെന്റ്സ് ആണ് പ്രിന്റ് ഓഫ് പെർസെന്റേജ് ഡബിൾ കോമ a and a is equal to a plus 1 എന്നാണ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതുമായിട്ട് ഈ ഒരു സിന്റാക്സ് ആയിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ഇവിടെ വർക്കിംഗ് ആണ്. whenever the condition is true the
statements inside the body of the loop will be executed, and whenever the condition is false, the program will go to the next line after while. Or the condition check if the condition is true, statements are executed. After executing once, it will go back to the beginning of the loop and checks whether the condition is again true. If the condition is again found to be true, the statements inside the body of the loop will be executed. These steps are repeated until the condition becomes false. Whenever the condition becomes false, the program will go to the next line after while loop. This pattern use cheyanengil nammal cheyuna while a condition a less than equal to none. Condition a ആദ്യം നമ്മൾ പറഞ്ഞു a യുടെ വാല്യൂ 1 ആണ് അല്ലേ. നമുക്ക് സൈഡിലേക്ക് എഴുതാം condition a is equal to 1. Now the value of a is 1. Then 1 less than or equal to 10. നമ്മൾ 1 less than or equal to 10 condition true ആണ്. Condition true ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതി condition true ആണെങ്കിൽ നമ്മൾ ലൂപ്പിനകത്തേക്ക് കയറും. ലൂപ്പിനകത്തേക്ക് കയറിയാൽ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ബ്രാക്കറ്റ് പെർസെന്റേജ് കോമ a എന്ന് പ്രിന്റ് ചെയ്യും അല്ലേ. അങ്ങനെ വന്നാൽ അതിനുള്ള ആദ്യത്തെ a യുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. a യുടെ വാല്യൂ 1 പ്രിന്റ് ചെയ്യും. 1 പ്രിന്റ് ചെയ്ത ശേഷം a ഒന്നുകൂടെ കൂടും. a is equal to a plus 1. a is equal to a plus 1 സംഭവിക്കുമ്പോൾ a യുടെ വാല്യൂ ഒന്നുകൂടെ കൂടി a equal to 2 ആയി. Okay, then ഇത് എന്താ തിരിച്ചു പോകാനാണ് ലൂപ്പിലേക്ക് go back to the beginning of the loop. അവിടെ ചെന്ന ശേഷം വീണ്ടും ചെക്ക് ചെയ്യും. ഇപ്പോഴത്തെ a യുടെ വാല്യൂ 10നേക്കാൾ ചെറുതാണ്. a യുടെ വാല്യൂ എത്രയായി 2 ആണ്. 2 less than or equal to 10 കണ്ടീഷൻ ട്രൂ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് പ്രിന്റ്എഫ് പെർസെന്റേജ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വേണ്ടത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടാനാണെങ്കിൽ താഴെ പ്രിന്റ് ഉണ്ട്. താഴെ പ്രിന്റ് നമുക്കറിയാം ഇവിടെ ഒരു ന്യൂ ലൈൻ സിമ്പലായ /n കൂടെ നമ്മൾ ആഡ് ചെയ്യണം നമുക്കറിയാം. അപ്പോൾ പ്രിന്റ് പെർസെന്റേജ് /n കൂടെ യൂസ് ചെയ്യണം. ഇങ്ങനെ നമുക്ക് ഓരോ ലൈൻ ന്യൂ ലൈനായിട്ട് താഴെ പ്രിന്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ പ്രിന്റ് പെർസെന്റേജ് കോമ പെർസെന്റേജ് കോമ a എന്ന് എഴുതുമ്പോൾ നമ്മുടെ a യുടെ വാല്യൂ അടുത്ത വാല്യൂ 2 പ്രിന്റ് ചെയ്യും. then a is equal to ഇപ്പോഴത്തെ a യുടെ വാല്യൂ 2 plus 1 2 plus 1 3 അതവിടെ സ്റ്റോർ ചെയ്യും. a തന്നെ സ്റ്റോർ ചെയ്യും. now the value of a becomes 3. ലൂപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് തിരിച്ചു പോകും. 3 less than or equal to 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. 3 less than or equal to 10 കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് നേരെ ലൂപ്പിനകത്തേക്ക് കയറും. പെർസെന്റേജ് ഈ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ്എഫ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ 3 യുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. 3 യുടെ വാല്യൂ പ്രിന്റ് ചെയ്ത ശേഷം a is equal to a plus 1 വർക്ക് ചെയ്യും. a is equal to a plus 1 ചെയ്യുന്ന സമയത്ത് a യുടെ വാല്യൂ 3 ആണ്. 3 plus 1 4. now the value of a becomes 4. okay, then തിരിച്ചു പോയ ശേഷം a യുടെ വാല്യൂ 4 ആണ്. 4 less than or equal to 10 കണ്ടീഷൻ ട്രൂ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും അകത്തേക്ക് കയറി. അത് ചെയ്തതിനു ശേഷം a പ്രിന്റ് ചെയ്യും. a യുടെ വാല്യൂ 4 പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് a is equal to a plus 1. a is equal to a plus 1 ചെയ്യുമ്പോൾ a യുടെ വാല്യൂ 4 ആയിരുന്നു. 4 plus 1 5. ആ വാല്യൂ ഇവിടെ സ്റ്റോർ ചെയ്യും. a സ്റ്റോർ ചെയ്യും. അപ്പോൾ a യുടെ വാല്യൂ 5 ആണ്. ഓക്കേ, then തിരിച്ചു ലൂപ്പിന്റെ ബിഗിനിങ് വന്ന ശേഷം ചെക്ക് ചെയ്യും. a എത്രയാ 5 less than or equal to 10 കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പിനകത്തേക്ക് ചെയ്യും. പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. 5 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും. ഓക്കേ, then a is equal to a plus 1. a is equal to a plus 1 എന്ന് പറഞ്ഞാൽ a യുടെ വാല്യൂ 5 ആയിരുന്നു. അത് ഒന്നുകൂടെ കൂടി 6 ആണ്. അപ്പോൾ a തന്നെ സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്ത് പറ്റി? a യുടെ വാല്യൂ എത്രയായി? 6 ആയി അല്ലേ. a is equal to a plus 1 എന്നതിന്റെ അർത്ഥം a യുടെ വാല്യൂ ഒന്നുകൂടി ആ കിട്ടുന്ന റിസൾട്ട് എന്താണോ a തന്നെ സ്റ്റോർ ചെയ്യാനാണ് എന്റെ മീനിങ്. അപ്പോൾ a യുടെ വാല്യൂ 5 ആയിരുന്നു. അതുകൊണ്ട് കൂടി 6 ആയി. തിരിച്ച് ലൂപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് വന്നു. ഈ കർലി ബ്രാക്കറ്റ് ക്ലോസിന്റെ അർത്ഥം go back to the beginning of the loop എന്നാണ്. then a യുടെ വാല്യൂ 6 less than or equal to 10 condition true. then print of percentage /n comma a എഴുതുമ്പോൾ 6 പ്രിന്റ് ചെയ്യും. then a is equal to a plus 1 6 plus 1 7. തിരിച്ചു പോയി 7 less than or equal to 10 condition true. then print of use ചെയ്യുമ്പോൾ 7 പ്രിന്റ് ചെയ്യും. a യുടെ വാല്യൂ 7 plus 1 8 ആണ്. 8 a യുടെ വാല്യൂ 7 ആയിരുന്നു. അത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് a is equal to a plus 1 എഴുതിയ സമയത്ത് 7 എന്നുള്ള വാല്യൂ കൂടി 8 ആയി. തിരിച്ചു പോയി 8 less than 8 ആയി. 8 less than or equal to 10 കണ്ടീഷൻ ട്രൂ ആണ്. പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ സ്ക്രീനിൽ 8 പ്രിന്റ് ആകും. a is equal to a plus 1. that means 8 plus 1 9 ആയി. തിരിച്ചു പോയി 9 less than or equal to 10 ആണോ നോക്കും. കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? പ്രിന്റ് ഓഫ് 9. പ്രിന്റ് ഓഫ് 9ന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. then a is equal to a plus 1. a is equal to a plus 1 പറഞ്ഞാൽ ഇപ്പോൾ a യുടെ വാല്യൂ 9 ആണ്. 9 plus 1 a യുടെ വാല്യൂ 10 ആയി മാറും. തിരിച്ചു പോകും. കാരണം ഈ ക്ലോസിംഗ് ബ്രാക്കറ്റിന്റെ ലൂപ്പുകളുടെ ക്ലോസിംഗ് ബ്രാക്കറ്റിന്റെ ഉദ്ദേശം go back to the beginning of the loop എന്നാണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ a യുടെ വാല്യൂ 10 ആയിരുന്നു. 10 less than or equal to 10 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നേരെ ലൂപ്പിനകത്ത് വരും. പെർസെന്റേജ് /n
10 പ്രിന്റ് ചെയ്തു. a is equal to ഇപ്പോഴത്തെ എയുടെ വാല്യൂ 10 plus 1 10 plus 1 11 11 എവിടെ വന്നു a യിൽ വന്ന് സ്റ്റോർ ആയി. ഓക്കേ, ഇതിന്റെ അതും ഗോ ബാക്ക് ടു ദി ബിഗിനിങ് ഓഫ് ദി ലൂപ്പ് എന്നാണ്. തിരിച്ചു പോയി 11 ലെസ് ആർ ഈക്വൽ ടു 10 11 ലെസ് ആർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ 11 10നേക്കാൾ ചെറുതാണോ? അല്ല, കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അവിടെ ഒരു ലൂപ്പിന്റെ തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് വരും. തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് ഗെറ്റ് സി എച്ച് എന്ന് വിളിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഗെറ്റ് സി എച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് പലപ്പോഴും വിൻഡോസ് മെഷീൻസ് ചെയ്യുന്ന സമയങ്ങളിലാണ് നമ്മൾ ഗെറ്റ് സി എച്ചിന്റെ ആവശ്യകത കൂടുതലായിട്ട് വരുന്നത്. ടർബോസി പോലുള്ള യൂസ് ചെയ്യുമ്പോൾ പക്ഷേ നമ്മൾ അതായത് കൺസോളിൽ നിന്നും ആ ബ്ലാക്ക് സ്ക്രീൻ ആയ ഔട്ട്പുട്ടിൽ നിന്ന് കൺസോളിൽ നിന്നും തിരിച്ചു വരാതിരിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. എങ്കിൽ പോലും ഗെറ്റ് സി എച്ച് ഉദ്ദേശം ഗെറ്റ് ക്യാരക്ടർ എന്നാണ്. ഒരു കീബോർഡിൽ നിന്ന് ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ക്രീൻ വെയിറ്റ് ചെയ്യുന്നതാണ് ശ്രദ്ധ. പക്ഷെ നമ്മൾ ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഉപയോഗിക്കുന്ന പർപ്പസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഹോൾഡ് ചെയ്ത് നടത്താൻ വേണ്ടിയാണ്. പ്രോഗ്രാം എക്സിറ്റ് ആവുന്നത് പ്രോഗ്രാമിന്റെ സ്റ്റോപ്പ് ആണ്. ആ സമയത്ത് ഇത് പ്രോഗ്രാം എക്സിറ്റ് ആവുന്ന സമയത്ത് സ്ക്രീനിൽ 1 to 10 പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ക്വസ്റ്റ്യൻ നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 10 പ്രിന്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാൻ പറ്റും. മോഡിഫൈ അല്ല, അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് മോഡിഫൈ ചെയ്താൽ റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ളതിന് പറയാം റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് ഈവൻ നമ്പേഴ്സ് അപ് ടു 10 2 4 6 8 10 ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ വരുന്ന 2 4 6 8 10 ആണ് നമ്മൾ പ്രിന്റ് ചെയ്യണം. ഇത് ഈ പ്രോഗ്രാം അറിയാമെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച പ്രോഗ്രാം നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 10 അറിയാമെങ്കിൽ നമുക്ക് ഇതിനെ നേരെ മനസ്സിലായെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ആദ്യം പ്രിന്റ് ചെയ്യേണ്ട നാച്ചുറൽ ഈവൻ നമ്പർ 2 ആണ്. നമ്മളിവിടെ ആദ്യം പ്രിന്റ് ചെയ്യേണ്ട നാച്ചുറൽ നമ്പർ 1 ആയതുകൊണ്ടാണ് എയുടെ വാല്യൂ ആദ്യം 1 സെറ്റ് ചെയ്തിരുന്നത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം പ്രിന്റ് ചെയ്യേണ്ട നാച്ചുറൽ നമ്പർ 2 ആണ്. അതുകൊണ്ട് എയുടെ വാല്യൂ 2 ആദ്യം തന്നെ സെറ്റ് ചെയ്തു. ഓക്കെ, എത്ര പ്രിന്റ് ചെയ്യണം? 10 വരെ പ്രിന്റ് ചെയ്യണം. അപ്പൊ എന്തായാലും എ എപ്പോഴും 10നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം, 10നേക്കാൾ കൂടുതലാകാൻ പാടില്ല. എയുടെ വാല്യൂ ഓരോ തവണയും പ്രിന്റ് ചെയ്യണം. എ ഓരോ സമയത്തും 2 ആയിരുന്നു. അടുത്ത തവണ എ 3 അല്ല, അങ്ങനെ 4 ആണ് ആകേണ്ടത്. അങ്ങനെ എയുടെ വാല്യൂ 1 കൂടുകയല്ല ചെയ്യേണ്ടത്. എ 2 കഴിഞ്ഞാൽ 2 കൂടെ കൂടിയാലേ 4 ആകത്തുള്ളൂ. അപ്പൊ എ ഈസ് ഈക്വൽ ടു എ പ്ലസ് 1 എന്നുള്ളത് എ ഈസ് ഈക്വൽ ടു എ പ്ലസ് 2 എന്നാക്കിയാൽ മതി. നമുക്ക് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം എയുടെ വാല്യൂ 2 ആയിരുന്നു. വൈ എ 2 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആണ് ആദ്യം കയറി പെർസെന്റേജ് സാക്ഷൻ എ പ്രിന്റ് ചെയ്യുന്ന എന്ത് പ്രിന്റ് ചെയ്തു? 2 പ്രിന്റ് ചെയ്തു. ഓക്കെ, അടുത്ത സമയത്ത് നമ്മൾ എ 2 പ്രിന്റ് ചെയ്തു. ഇനി അടുത്ത നാച്ചുറൽ നമ്പർ എയുടെ വാല്യൂ 2 ആയി. അടുത്ത സമയത്ത് എയുടെ വാല്യൂ അടുത്ത നാച്ചുറൽ നമ്പർ 4 കിട്ടണമെങ്കിൽ ഇപ്പോഴത്തെ 2 കൂടെ 2 കൂടെ കൂട്ടണം. അപ്പം എയുടെ വാല്യൂ 2 പ്ലസ് 2 4. എയുടെ വാല്യൂ 4. ഓക്കെ, ലൂപ്പിന്റെ പ്രീനിയിലേക്ക് തിരിച്ചു പോയി 4 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. 4 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ലൂപ്പിനകത്തേക്ക് കയറും. 4 എന്നുള്ള വാല്യൂ സ്ക്രീനിൽ പ്രിന്റ് ചെയ്യും. പ്രിന്റ് എഫ് വർക്ക് ചെയ്യുമ്പോൾ 4 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും. നമുക്ക് അടുത്ത നമ്പർ a ഈസ് ഈക്വൽ ടു a പ്ലസ് 2 4 പ്ലസ് 2 6. എയുടെ വാല്യൂ 6 ആയി. ഓക്കെ, തിരിച്ചു പോയി 6 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. പ്രിന്റ് എഫ് a പ്രിന്റ് ചെയ്യുമ്പോൾ 6 എന്നുള്ളത് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യും. ഓക്കെ, തിരിച്ചു പോയി സോറി എയുടെ വാല്യൂ 6 ആയിരുന്നു. അടുത്ത ലൈനിൽ വരുമ്പോൾ a ഈസ് ഈക്വൽ ടു 6 പ്ലസ് 2 6 പ്ലസ് 2 8 ആവും. എയുടെ വാല്യൂ 8 ആയി മാറും. ഇപ്പോൾ എയുടെ വാല്യൂ 8 ആണ്. അടുത്ത ലൈൻ ഗോ ബാക്ക് ടു ദി ബിഗിനിങ് ഓഫ് ദി ലൂപ്പ് 8 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. ദെൻ a പ്രിന്റ് ചെയ്യും. a പ്രിന്റ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ 8 പ്രിന്റ് ചെയ്യും. അടുത്ത സമയത്ത് a ഈസ് ഈക്വൽ ടു a പ്ലസ് 2 a ഈസ് ഈക്വൽ ടു a പ്ലസ് 2 മീൻസ് എയുടെ വാല്യൂ 8 ആയിരുന്നു. അത് 2 കൂടെ കൂടി 10 ആയി. തിരിച്ചു പോയി 10 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ലൂപ്പിനകത്തേക്ക് കയറും. പ്രിന്റ് എഫ് വർക്ക് ചെയ്യും. പ്രിന്റ് എഫ് വർക്ക് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 10 അവിടെ പ്രിന്റ് ചെയ്യും അല്ലെ? 10 പ്രിന്റ് ചെയ്യും. എയുടെ വാല്യൂ 10 ആയിരുന്നു. അത് പ്രിന്റ് ചെയ്തു. അടുത്ത ലൈനിൽ വരുന്ന എയുടെ വാല്യൂ 10 പ്ലസ് 2 12 ആയി. തിരിച്ചു പോയി 12 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ഫോൾസ്. കണ്ടീഷൻ ഫോൾസ് ആണ്. എന്ത് ചെയ്യും? നേരെ താഴേക്ക് വരും. അപ്പൊ സ്ക്രീനിൽ 2 4 6 8 എന്നുള്ള നമ്പർ പ്രിന്റ് ചെയ്യുന്നതാണ്. ഇതേ ലോജിക്ക് തന്നെയാണ് ഓൺ നമ്പർ പ്രിന്റ് ചെയ്യാൻ. ഓൺ നമ്പർ പ്രിന്റ് ചെയ്യാനാണെങ്കിൽ റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് ഓൺ നമ്പേഴ്സ് അപ് ടു 10. അത് ചെയ്യാൻ പറ്റുന്ന ആദ്യം പ്രിന്റ് ചെയ്യുന്ന ഓൺ നമ്പർ ഏതാണ്? പ്രിന്റ് ചെയ്യണമെങ്കിൽ 1 3 5 7 9 ആണ് അല്ലെ? ആദ്യത്തെ പ്രിന്റ് ചെയ്യുന്ന ഓൺ നമ്പർ a 1 ആയിട്ട് സെറ്റ് ചെയ്യുക. വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ,